ലൈവിൽ ജിഷിൻ ഒരു വാണിംഗ് കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ്. ഉറങ്ങിക്കഴിഞ്ഞെങ്കിലേ നേരെ കൺഫഷൻ റൂമിലേക്ക് പോരെ ജിഷിനെ എന്ന് ജിഷിൻ്റെ അടുത്ത് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു. അപ്പോൾ തന്നെ ജിഷിൻ ഒന്ന് പേടിച്ചിട്ടൊക്കെയാണ് കൺഫഷൻ റൂമിലേക്ക് ചെല്ലുന്നത്. കൺഫഷൻ റൂമിൽ ചെന്ന് ഉടൻ തന്നെ ജിഷിൻ ഒന്ന് ഞെട്ടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ തന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട് ഇതൊട്ടും നല്ലതല്ല. അപ്പോൾ എന്താണ്, ഉറക്കമാണോ എന്ന് ജിഷിൻ ചോദിക്കുമ്പോൾ അതെ, ഉച്ചയുറക്കം അത്രയ്ക്ക് നല്ലതല്ല, അത് ഗുണം ചെയ്യില്ല എന്ന് ബിഗ് ബോസ് ജിഷിൻ്റെ അടുത്ത് പറയുന്നു. അപ്പോൾ ജിഷിൻ പെട്ടെന്ന് ന്യായീകരിക്കാൻ നോക്കുന്നുണ്ട്, ഞാൻ ഉറങ്ങിയില്ല, ഞാൻ ധ്യാനിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ തന്നെ ബിഗ് ബോസ് പിന്നെ വിഷയത്തിലേക്ക് അങ്ങ് വന്നു. മുന്നിലിരിക്കുന്ന ടാസ്ക് ലെറ്റർ വായിക്കൂ എന്ന് പറയുന്നു. അപ്പോൾ ഇന്ന് പ്രൊമോയിൽ കാണിച്ച ആ ഒരു ടാസ്ക്കാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ബോട്ടിൽ ഫാക്ടറി എന്ന ടാസ്ക് കുളമായതുകൊണ്ട് തന്നെ ആ ടാസ്കിൽ കൊടുക്കാനിരുന്ന ഇമ്മ്യൂണിറ്റി പവർ പുതിയൊരു ടാസ്കിലൂടെ മത്സരാർത്ഥികൾക്ക് കൊടുക്കുകയാണ്. അതായത് അടുത്ത ആഴ്ചയിലെ നോമിനേഷൻ ഫ്രീ ആകുന്നത് ആരാണ് എന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ടാസ്ക്കാണ്. ഒരു കിഡിലൻ ടാസ്ക്കാണ് കേട്ടോ, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആക്ടിവിറ്റി ഏരിയയിൽ 15 കസേരകൾ നിരത്തി വെച്ചിട്ടുണ്ട്. അതിൽ ബ്ലൈൻഡ് ഫോൾഡറായിട്ട് വന്നിരിക്കണം. അപ്പോൾ 1-2 വേറെ പെഡസ്റ്റലുകൾ വെച്ചിട്ടുണ്ട്. ഒരെണ്ണത്തിൻ്റെ അകത്ത് അവിടെയുള്ള എല്ലാവരുടെയും പേരും ഒരെണ്ണത്തിൻ്റെ മുകളിലായി ഇമ്മ്യൂണിറ്റി എന്ന് എഴുതിയിരിക്കുന്ന കുപ്പിയും വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ബിഗ് ബോസിലെ ക്രൂ വന്ന് സെലക്ട് ചെയ്യുന്ന ഒരാളുടെ പേര് ലോട്ടിൽ നിന്നും എടുക്കുകയും അപ്പോൾ അയാൾ വന്ന് ആ ഒരു ഇമ്മ്യൂണിറ്റി എന്ന് എഴുതിയിരിക്കുന്ന കുപ്പി ആ റൗണ്ടിൽ നിന്ന് പുറത്താകാൻ ആഗ്രഹിക്കുന്ന ആരാണോ അയാളുടെ മുന്നിൽ കൊണ്ടുവെക്കണം. അപ്പോൾ അയാൾ കണ്ണ് കെട്ടിയിട്ട് അത് തൻ്റെ മുന്നിൽ കൊണ്ടുവച്ചത് ആരാണെന്ന് ഗസ് ചെയ്യുകയാണെങ്കിൽ കുപ്പി വെച്ച ആൾ പുറത്താകും. അതല്ല എന്നുണ്ടെങ്കിൽ കുപ്പി ആരുടെ ഫ്രണ്ടിലാണോ വെച്ചത് അയാൾ പുറത്താകുന്നതായിരിക്കും. അങ്ങനെ ഏറ്റവും അവസാനം വരെ നിന്നിട്ട് ഫൈനൽ റൗണ്ടിൽ 2 പേരും കണ്ണ് ചിമ്മാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുക. ആദ്യം കണ്ണടയ്ക്കുന്നത് ആരാണോ അവർ ആ റൗണ്ടിൽ നിന്ന് പുറത്താകും. അങ്ങനെ കണ്ണടയ്ക്കാതെ നിൽക്കുന്ന ആളായിരിക്കും ഫൈനൽ റൗണ്ടിൽ ജയിക്കുന്നത്. ഇതാണ് ടാസ്ക്. എന്തായാലും ടാസ്ക് ലൈവിൽ ഉടൻ തന്നെ നടക്കും. ആരൊക്കെ എപ്പോഴൊക്കെ ഔട്ടാകുന്നത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. എല്ലാവരും കാണുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.